عليكم ورحمة الله وبركاته. الحمد لله والحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഖവാരിജികളെ സംബന്ധിച്ച് ഒരു പഠനമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. ഖവാരിജികൾ ആരാണ്? അവർക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം, ഖവാരിജികളുടെ തുടക്കം എന്നായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ വേരുകൾ, ആ ചിന്തകൾ ഉണ്ടായിരുന്നു. ദുൽ ഖുവൈസിറ അത്തമീമി എന്ന് പറയുന്ന മനുഷ്യൻ ആ ചിന്തക്ക് വിത്തുപാകി. അതിനുശേഷം പിന്നീട് അവർ രംഗത്ത് വരുന്നത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷം സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ, മരണത്തിന്റെ ഏതാനും നാളുകൾക്ക് ശേഷം അവർ കൂഫയിലെ പള്ളിയിൽ ഹലക്കയുണ്ടാക്കി പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലിയത് അവർ ഖവാരിജികളായിരുന്നു. ആ ചിന്ത ഉള്ളവരായിരുന്നു എന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിശദീകരിച്ചു. അവരെ പിന്നീട് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടു എന്നാണ് സഹാബി പറഞ്ഞത്. അതിനുശേഷം പിന്നീട് ഖവാരിജികൾ രംഗത്ത് വന്നത് മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലഘട്ടത്തിന്റെ അവസാന നാളുകളിൽ. കാരണം ഇസ്ലാമിക ലോകത്തെ ഖലീഫക്കെതിരെ തിരിയുക, അവർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുക എന്നതാണ് ഖവാരിജികളുടെ പൊതു സ്വഭാവം. അതുകൊണ്ട് തന്നെ ഷിയാക്കളുടെ കൂടെ ആ ക്ലാസ് കേട്ടതിന് ശേഷം ഒരു സഹോദരൻ ആ സംശയം ചോദിച്ചു, ഷിയാക്കൾ ഉണ്ടായിരുന്നില്ലേ? അത് ഉണ്ടായിരുന്നു, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം ഞാൻ സൂചിപ്പിച്ചു പോയി എന്ന് മാത്രം. ജൂതന്മാരുടെ കളികൾക്കനുസരിച്ച് ഉള്ള ചരട് വലികൾ അവിടെ നടന്നു, അതിൽ ഇവരും പങ്കെടുത്തിരുന്നു എന്നത് പ്രഗത്ഭരായ ചരിത്രകാരന്മാരൊക്കെ വിശദീകരിച്ചത് നമ്മൾ പറഞ്ഞു. എന്നാൽ നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇവരൊരു പ്രസ്ഥാനമായി, ഒരു പ്രത്യേക ബ്ലോക്കായി മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് പ്രത്യേകമായ ചില ആദർശങ്ങൾ, പ്രത്യേകമായ ചില തത്വങ്ങൾ ഇവർ മുന്നോട്ട് വെക്കുകയും ഒരു കക്ഷിയായി തീരുകയും ചെയ്തത്
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലായിരുന്നു. അവിടെ വരെയാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. പിന്നീട് അതിനുശേഷം ഖവാരിജുകളുടെ ചില പേരുകൾ, അവർ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്ന ആ പേരുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇവർ മുസ്ലിങ്ങളിൽ നിന്ന് വേറിട്ട് പോയത്. അതിനൊരു കാരണമുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾ തമ്മിൽ ചില യുദ്ധങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് വളരെ വ്യക്തമാണ്. അവരെ സംബന്ധിച്ച് മോശമായി പറയാനോ കുത്തിപ്പറയാനോ അതൊന്നും പാടില്ല. അതൊക്കെ ഇജ്തിഹാദിയായ ചില വിഷയങ്ങളായിരുന്നു. നമ്മളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതല്ലാതെ മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ അതിൻ്റെതായ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ജമൽ യുദ്ധം നടന്നു. ആദ്യം ആയിഷ റളിയല്ലാഹു തആല അൻഹ ഒരു ഭാഗത്തും അലി റളിയല്ലാഹു അൻഹു മറുഭാഗത്തും. ഇതിൻ്റെതായ കാരണങ്ങൾ ചരിത്രത്തിലുണ്ട്. ആ വിഷയത്തിൽ പല കള്ളക്കഥകളും കടന്നുകൂടിയിട്ടുണ്ട്. അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഹിജറയുടെ വിഷയം സംസാരിച്ചതുപോലെ തന്നെ ഹിജറയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദുർബലമായ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ വന്നത് നമ്മൾ വിശദീകരിച്ചു. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ചരിത്രങ്ങളിൽ ഒരുപാട് പലതും എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കൾ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ വേറെ നിങ്ങളത് മുത്താല ചെയ്യണം, നിങ്ങളത് പഠിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിക്കണം. പിന്നീട് ജമൽ യുദ്ധത്തിന് ശേഷം നടന്ന യുദ്ധമാണ് സിഫീൻ യുദ്ധം. ഈ സിഫീൻ യുദ്ധം നടക്കുന്നത് സിറിയ ഗവർണർ മുആവിയ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അന്ന് ഷാമിന്റെ ഗവർണറാണ്. സിറിയ എന്ന് പറഞ്ഞുകൂടാ, ഇന്നത് വിഭജിക്കപ്പെട്ട് ഒരുപാട് രാജ്യങ്ങളായി. ഷാം മൊത്തത്തിൽ ആ നാളുകളെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന പേരാണ് ഷാം. അപ്പൊ അന്ന് ഷാമിന്റെ ഗവർണറാണ് മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ സഹാബിയാണ്, പ്രഗൽഭനാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ പലരും റളിയല്ലാഹു അൻഹു ചൊല്ലാറില്ല. ഒരു ചിറ്റമ നയം അത് വേറെ ചില ആളുകൾ ഉണ്ടാക്കി വെച്ചതാണ്, നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോ അദ്ദേഹം സ്വഹാബിയാണ്, അതും പ്രഗൽഭനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയുകയും വേണം. അദ്ദേഹം അന്ന് ഗവർണറാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു. അദ്ദേഹത്തിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹുവും ചിലരും ഷാമിലെ ചില ആളുകളും ബൈഅത്ത് ചെയ്യാൻ ചില കാരണങ്ങൾ എടുത്തു പറഞ്ഞ് അവരത് നിരസിക്കുകയും രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധു കൂടിയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം നിരപരാധിയായി വധിക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഘാതകരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി അവരെ ശിക്ഷാ നടപടിക്ക് വിധേയമാക്കണം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. പക്ഷെ അലി റളിയല്ലാഹു പറഞ്ഞു, കൊല്ലപ്പെട്ടത് ആരാണെന്നുള്ളത് നമുക്ക് കൃത്യമായി നിർണയിക്കേണ്ടതുണ്ട്, അതിന്റെ ആളുകളെ കണ്ടെത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇമാമത്തിന്റെ കീഴിലെ നമുക്കത് ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു ഇമാമത്തിന്റെ കീഴിൽ ഇത് നിലവിൽ വന്നതിന് ശേഷം നമുക്ക് എത്രയും പെട്ടെന്ന് ഘാതകരെ കണ്ടെത്താം, ഈ രൂപത്തിലുള്ള നിലപാട് അലി റളിയല്ലാഹു കൂഫയിൽ സ്വീകരിച്ചു. അന്ന് ഇസ്ലാമിക രാജ്യത്തിന്റെ തലസ്ഥാനം കൂഫയായിരുന്നു എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. മദീനയല്ല, കൂഫയായിരുന്നു. ഇങ്ങനെ ഇത് പിന്നീട് അഭിപ്രായ വ്യത്യാസം ആയി മാറ്റപ്പെടുകയും ഇത് പിന്നീട് ഒരു യുദ്ധത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ യുദ്ധം നടന്നു. ഈ യുദ്ധമാണ് സിഫീൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹിജറ വർഷം 37 സിഫീൻ യുദ്ധം നടക്കുന്നത്. സിഫീൻ എന്ന സ്ഥലത്ത് വെച്ച് അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി ആളുകൾ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ചരിത്രം നിങ്ങൾ വേറെ അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. സിഫീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം നിരവധി പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. ഒടുക്കം
മുആവിയ റളിയല്ലാഹു അൻഹു പരാജയപ്പെടും എന്നൊരു ഘട്ടമെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒക്കെ പ്രഗത്ഭരാണ്. എന്ത് ചെയ്തു? ഖുർആനിന്റെ കോപ്പികൾ എടുത്തു, അത് കുന്തത്തിൽ കുത്തി, എന്നിട്ട് ആ കുന്തം ഉയർത്തിപ്പിടിച്ചു. എന്നിട്ട് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാര്യം തീരുമാനിക്കാം, ഖുർആനിന്റെ വിധി നമുക്ക് ഇരു കൂട്ടർക്കും അംഗീകരിക്കാം, ഖുർആനിന്റെ വിധിയിലേക്ക് വരൂ, നമുക്ക് യുദ്ധം നിർത്താം എന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തിൽ നിന്ന് ഇവരാവശ്യപ്പെട്ടു. ഒടുവിൽ ചില ചർച്ചകൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹു അത് അംഗീകരിച്ചു. വിഷയങ്ങൾ പഠിക്കുവാനും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനു വേണ്ടി ഇരുപക്ഷത്തു നിന്നും രണ്ടുപേരെ മധ്യസ്ഥന്മാരായി നിശ്ചയിച്ചു. എന്നിട്ട് അവരുടെ തീരുമാനം ഇരു കൂട്ടരും അംഗീകരിക്കണം. അങ്ങനെ മുആവിയ റളിയല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് മഹാനായ സ്വഹാബി അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു, ഇവരെ മധ്യസ്ഥന്മാരാക്കി. എന്നിട്ട് ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെടുക്കുന്ന തീരുമാനം, ഇവരെടുക്കുന്ന വിധി എന്താണോ അത് രണ്ടു കൂട്ടരും അംഗീകരിക്കണം. ഇങ്ങനെ അവർ തീരുമാനിച്ചു. തീരുമാനങ്ങൾ ആ സന്ദർഭത്തിൽ എടുത്തിട്ടില്ല. സഫറിലാണ് സിഫീൻ യുദ്ധം നടക്കുന്നത്. തീരുമാനം അടുത്ത റമദാനിൽ, ഏതാണ്ട് 6-7 മാസത്തെ ക്യാപ്പിട്ടു. വിശദമായി ചർച്ചകൾ നടത്തിയതിനു ശേഷം അടുത്ത റമദാനിൽ നമുക്ക് ഇത് സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞ് ഈ മധ്യസ്ഥന്മാരെ വിധികർത്താക്കളാക്കി നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം, പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാം എന്ന് പറഞ്ഞ് വളരെ ചുരുക്കത്തിൽ ഇവര് പിരിഞ്ഞു, യുദ്ധം നിർത്തി. മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലേക്ക് തിരിച്ചുപോയി. അലി റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് തിരിച്ചു പോരുന്നതിന്റെ ഇടക്ക് അദ്ദേഹത്തിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന കുറച്ചാളുകൾ ബഹളുണ്ടാക്കി. അവർ ഈ തീരുമാനത്തെ എതിർത്തു. അവർ പറഞ്ഞു, മധ്യസ്ഥന്മാരെ വിധികർത്താവാക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല, അത് കുഫറാണ്. ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാ ലാ ഹുക്കുമ ഇല്ലല്ലാഹ്, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. ഖുർആനിൽ അല്ലെങ്കിൽ ഈ രണ്ടുപേരെ മധ്യസ്ഥന്മാരാക്കുക, അവരെ വിധികർത്താക്കളാക്കുക വഴി അലി റളിയല്ലാഹു അൻഹും മുആവിയ റളിയല്ലാഹു അൻഹും കുഫർ ചെയ്തിരിക്കുന്നു, ഷിർക്ക് ചെയ്തിരിക്കുന്നു. ഈ തീരുമാനം ഖുർആനിനെതിരാണ്. കാരണം അല്ലാഹ് ഖുർആനിൽ പറഞ്ഞത് എന്താ? അനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനല്ലാതെ വിധിക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ഈ തീരുമാനം കുഫറാണ് എന്ന ഗുരുതരമായ ഒരാരോപണം ഉന്നയിച്ചുകൊണ്ട് കുറച്ചാളുകൾ രംഗത്ത് വന്നു. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഈ തെറ്റായ വാദം, ലോകത്ത് ഈ തെറ്റായ വാദം ഉന്നയിച്ചുകൊണ്ട് വന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിലുണ്ടായിരുന്ന ഈ ആളുകളാണ് അലി റളിയല്ലാഹുവിന്റെ സൈന്യത്തിൽ നിന്ന് വിട്ട് ഇവര് നേരെ ഹറൂറ എന്ന സ്ഥലത്ത് ഒരുമിച്ചുകൂടി. ഇവരാണ് ചരിത്രത്തിൽ ഖവാരിജുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ തുടക്കം, അതിന്റെ വിത്ത് പാകിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലായിരുന്നു. പിന്നീട് ഒറ്റപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ഉണ്ടായി, ആ ചിന്താഗതികൾ ഉണ്ടായി. എങ്കിലും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, മുസ്ലിങ്ങളിൽ നിന്ന് ആദ്യമായി ഭിന്നിച്ച് ഒരു പ്രത്യേകമായ പാർട്ടിയായി, ഒരു ഗ്രൂപ്പായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറഞ്ഞല്ലോ, 73 ഭിന്നിക്കും. അതിന്റെ ഒന്നാമത്തെ ഭിന്നിപ്പ് ഈ ഖവാരിജുകളായിരുന്നു. അവർ അടിസ്ഥാനപരമായി മുന്നോട്ട് വെച്ച വാദം ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിച്ചു. ഇങ്ങനെ രണ്ടാളുകളെ വിധികർത്താവാക്കി എന്നത് അത് ഖുർആനിനെതിരാണ്. അലി റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു അവരുടെ കൂടെയുള്ളവരും ഷിർക്ക് ചെയ്തിരിക്കുന്നു, കുഫർ ചെയ്തിരിക്കുന്നു, ഹറാമ് ചെയ്തിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്ന് വിട്ടുപോന്ന് മറ്റൊരു ഗ്രൂപ്പായിട്ട് മാറിയ ഇവരാണ് ചരിത്രത്തിൽ ഖവാരിജികൾ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പേരുകളൊക്കെ പിന്നീട് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഖവാരിജികൾ പിന്നീട് ഒരുപാട് ഗ്രൂപ്പുകളായി വിഭജിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വേറെ അത് മുത്താല ചെയ്യേണ്ടതുണ്ട്. ഇബാദിയ, ഖഅദിയ, അങ്ങനെ അവരുടെ വാദങ്ങളുടെ അപകടങ്ങൾ,
ഒരുപാട് അവരുണ്ടാക്കി വെച്ച ഒരുപാട് പ്രശ്നങ്ങള്. അപ്പോ പിന്നെ 30 ഗ്രൂപ്പുകള് 30ആയിട്ട് ഭിന്നിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ 4 ഗ്രൂപ്പ്, 5 ഗ്രൂപ്പ്, 8 ഗ്രൂപ്പ്, 12 ഗ്രൂപ്പ്, 18 ഗ്രൂപ്പ്, ഇങ്ങനെ 30ഓളം ഗ്രൂപ്പുകളായി ഖവാരിജുകൾ ഭിന്നിച്ചു എന്ന് അതിനെക്കുറിച്ച് പഠനം നടത്തിയ ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ നമുക്കത് വിശദീകരിച്ചിരുന്നുണ്ട്. അങ്ങനെ ഇവര് പുറത്തു പോയിന്ന് മാത്രമല്ല, ഇവര് പിന്നീട് മുസ്ലിം ലോകത്ത് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇവരുമായി ചർച്ച ചെയ്യാൻ, ഇവരുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കാൻ, അവരുടെ വാദങ്ങളെ ഗണ്ണിക്കുന്നതിന് വേണ്ടി മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചു. അതിന്റെ മുമ്പ് ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു അവരെ നിരന്തരമായി ഉപദേശിക്കുന്നുണ്ട്. പക്ഷെ അവര് പറഞ്ഞത് ഒരൊറ്റ വാക്കായിരുന്നു. അവർ പറഞ്ഞു യാ അലി. ചരിത്രത്തിൽ കാണാം, യാ അമീറുൽ മുഅ്മിനീൻ എന്നല്ല അവർ പ്രയോഗിച്ചത്. കാരണം അവർ വേറിട്ടു. അലി റളിയല്ലാഹുവിലും കുഫർ ആരോപിച്ചു. അവർ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തത് യാ അലി എന്നാണ്. യാ അലി ലൈലം തദ്അ തഹ്കീമ റിജാലി. ഈ തഹ്കീം, ഇതാണ് തഹ്കീം. നമ്മൾ അവർക്ക് ഒരു പേര് പറഞ്ഞു, അൽ മുഹക്കിമ. ഇതാണ് തഹ്കീം. ഇങ്ങനെ വിധികർത്താക്കളാക്കുക വഴി കുഫർ ചെയ്തിരിക്കുന്നു. ഈ തഹ്കീം നീ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉഖാതിലന്നക, ഞങ്ങൾ നിന്നോട് യുദ്ധം ചെയ്യും. അത്ലുബു വജ്ഹ അല്ലാഹി തആല, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഈ വാദം തെറ്റാണ്, അത് കുഫറാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണം എന്ന് അവർ പറഞ്ഞത് അലി റളിയല്ലാഹുവിനോട്. ഈ വാദം കുഫറാണ്, ഈ തഹ്കീം വാദം അത് കുഫറാണ്, അതുകൊണ്ട് അത് തെറ്റാണെന്ന് നിങ്ങൾ സമ്മതിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. വേറെ റിവായത്തിൽ കാണാം, അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കൂടി എടുത്ത തീരുമാനമല്ലേ. അവരാ സംഘത്തിലുണ്ടായിരുന്നല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, ഒരൊറ്റ സഹാബി പോലും ഈ ഖവാരിജികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ചില ആളുകൾക്ക് അങ്ങനെ സംശയം ഉണ്ടാവും. അത് പ്രത്യേകം ഹദീസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ സംഭവം പറയുമ്പോൾ നമ്മളത് പറയുന്നുണ്ട്. അത് വിട്ടുപോകുമെന്ന് കരുതിയിട്ടാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചത്. ചില ആളുകൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട്. കാരണം അലി റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ അവരൊക്കെ സഹാബികളല്ലേ. അത് പ്രത്യേകം മനസ്സിലാക്കണം. ഒരൊറ്റ സഹാബി പോലും ഈ ഖവാരിജത്തിന്റെ വാദം ഉന്നയിച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ ആയിട്ടില്ല. ഒരൊറ്റ സഹാബി പോലും. അവര് പറഞ്ഞു ഞങ്ങളുണ്ടായിരുന്നു തീരുമാനമെടുക്കാൻ. ചരിത്രത്തിൽ കാണാം. എന്നാൽ ആ തീരുമാനം തെറ്റാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് വഖദ് തുബ്ന, ഞങ്ങൾ തൗബ ചെയ്തു. ഞങ്ങളുണ്ടായിരുന്നു ആ തീരുമാനം എടുത്തപ്പോ. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഈ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുണ്ടല്ലോ. അവര് പറഞ്ഞു ആ തീരുമാനം കുഫറാണെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഖവാരിജികൾ പറയണം. എന്നാൽ വഖദ് തുബ്ന, ഞങ്ങൾ തൗബ ചെയ്തു. ഫൈൻ തുബ്ത കമാ തുബ്ന ഫനഹ്നു മിൻക വമഅക, ഞങ്ങൾ തൗബ ചെയ്തതുപോലെ നീയും തൗബ ചെയ്താൽ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും. ഇതൊക്കെ ആര് പറയുന്നതാ? ഖവാരിജിന്റെ വാദാണ്. ഖവാരിജികൾ പറയാണ് ഞങ്ങൾ തൗബ ചെയ്തതുപോലെ നീയും തൗബ ചെയ്താൽ ഫനഹ്നു മിൻക വമഅക, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും. എന്നാൽ വൈൻ അബൈത, എന്നാൽ നീ തൗബ ചെയ്യാൻ വിസമ്മതിച്ചാൽ ഞങ്ങൾ നിന്നോട് യുദ്ധം ചെയ്യും. ഇതാണ് അവർ പറഞ്ഞത്, ഖവാരിജികളെ. ഇങ്ങനെ അലി റളിയല്ലാഹുവിനും തമ്മിലുള്ള പല ചർച്ചകളും നമുക്ക് കാണാം. ഈ സന്ദർഭത്തിലാണ് അലി റളിയല്ലാഹു അൻഹു ഇവരുടെ വാദങ്ങളെ, തെറ്റായ വാദങ്ങളെ ഗണ്ണിക്കാൻ സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ പ്രഗത്ഭനായ ആരെ പറഞ്ഞയച്ചത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പറഞ്ഞയച്ചു. എന്തിന്? ഖവാരിജികളുമായിട്ട് സംസാരിക്കാൻ. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുടെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് അവരോട് സംസാരിക്കുകയാണ്. ചരിത്രത്തിൽ കാണാം, ഹദീസിന്റെ ഹാക്കിം അദ്ദേഹത്തിന്റെ മുഖ്തദറക്കിൽ ഈ സംഭവം തിരിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ സനദ് ബുഖാരി മുസ്ലിമിന്റെ ഷർത്ത് അനുസരിച്ചിട്ട് സ്വഹീഹാണ് എന്നുള്ളത് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സംഭവം വന്നിട്ടുണ്ട്.
അദ്ദേഹം ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു, അദ്ദേഹത്തിന്റെ മുടി ചീകി. ഇതൊക്കെ ദഅവത്തുമായി ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖവാരിജികളുമായി വാദപ്രതിവാദം നടത്താൻ, ചർച്ച ചെയ്യാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോകുന്ന സന്ദർഭത്തിൽ അത് ചരിത്രത്തിൽ കാണാം. ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു, മുടിയൊക്കെ ചീകി വെച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഈ സംഭവത്തൊക്കെ വിശദീകരിച്ചിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വാദപ്രതിവാദം എന്നത് നമുക്ക് തോന്നിയ രൂപത്തിൽ നടത്താൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിൽ വന്നിട്ടുള്ളത് ശരിക്കെന്താണ്? ഈജിപ്തിന്റെ കൈവഴിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സലഫിയത്ത് പറയുമ്പോൾ ചില ആൾക്കാർക്കൊക്കെ തോന്നുകയാണ് എന്ത്, ഇത് യമനാണ്, ഇത് ഖവാരിജാണ് എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നുകയാണ്. അപ്പൊ ഒരുപാട് ദഅവത്ത് രംഗത്ത് പോലും ഒരുപാട് മാറ്റങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സലഫിയത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് നമുക്ക് അനിവാര്യമാണ്. വാദപ്രതിവാദങ്ങൾ എത്രത്തോളമാകാം, അത് പൊതുജനങ്ങളുടെ മുമ്പിൽ വെച്ച് വാദപ്രതിവാദം നടത്താൻ പറ്റുമല്ലേ? അത് അന്യമതസ്ഥരുടെ ഇടയിൽ വെച്ചിട്ട് ഇങ്ങനെ പരസ്യമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുമല്ലേ? ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെയ്തത് ഖവാരിജികളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി, അവരുടെ വീട്ടിലേക്ക് പോയി, ഖവാരിജികളുടെ അടുത്തേക്ക് അങ്ങോട്ട് പോയി, അല്ലാതെ പബ്ലിക്കിൽ വെച്ചിട്ട് ഒരു വാദപ്രതിവാദമല്ല. അപ്പൊ അത് കൂടുതൽ പഠിക്കുകയും സലഫി പണ്ഡിതന്മാരുടെ ആ നിലപാടുകൾ എന്താണ് അതിലേക്ക് നമ്മൾ മടങ്ങുകയും ചെയ്യേണ്ടതാണ്. സാന്ദർഭികമായിട്ട് അത് സൂചിപ്പിച്ചു എന്ന് മാത്രം. നമ്മള് നാട്ടിലുള്ളതൊക്കെ ദീനാണെന്ന് കരുതുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നാട്ടിൽ നടക്കുന്നതൊക്കെ നമുക്ക് ദീനാ. അതിനാരെങ്കിലും എതിർത്ത ഭയങ്കര പ്രശ്നം, ഭയങ്കര ബഹളാണ്. അങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പോയി. എന്നിട്ട് അദ്ദേഹം അവരോട് സംസാരിച്ചു. ഞാൻ വരുന്നത് മുഹാജിരീങ്ങളുടെയും അൻസ്വാറുകളുടെയും അടുത്തു നിന്നാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് കേൾക്കണം. ഞാൻ പറയുന്നത് നിങ്ങളും കേൾക്കണം. മുഹാജിറുകളും അൻസ്വാരികളും അവർക്കാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. അവർക്കാണ് വഹീനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്നത്. അദ്ദേഹത്തിന്റെ ആ പ്രയോഗം ശ്രദ്ധിച്ചോ? ഫഅലൈഹിം നുസിലൽ ഖുർആൻ. അവരിലാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. വഹും അഅലമു ബിൽ വഹീ മിൻകും. നിങ്ങളെക്കാൾ വഹീനെ സംബന്ധിച്ച് അറിയുന്നത് അവർക്കാണ്. ഇതൊരു എല്ലാ വിഷയത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു തത്വമാണ്. ഖുർആനിന്റെ ആയത്തിന് നമുക്ക് തോന്നിയ പോലെ അർത്ഥം കൊടുക്കാൻ പറ്റൂല. ഒരു ഡിക്ഷണറി വെക്കുക, ഖുർആൻ എടുക്കുന്ന അങ്ങനെയാണല്ലോ. ഒരു ഡിക്ഷണറി എടുത്തേക്കുക, മൻഹലോ മുൻജിദോ ഖാമൂസോ എടുത്തേക്കുക, ഏതെങ്കിലും ഡിക്ഷണറി എടുത്തേക്കുക, ഖുർആൻ എടുത്തേക്കുക, എന്നിട്ട് അർത്ഥം വെക്കുക. അത് ഭയങ്കര അബദ്ധത്തിലേക്ക് ചെന്നെത്തും. അങ്ങനെ പലരും അർത്ഥം വെച്ചിട്ടുണ്ട്. സിയനൊക്കെ അങ്ങനെ അർത്ഥം വെച്ച് പഴച്ചു പോയതാ. മൊയ്സത്തുകളൊക്കെ അങ്ങനെ മുപ്പര് നിഷേധിക്കേണ്ടി വന്നു. അങ്ങനെ പലരും ആ രോഗം പലർക്കും പിടിപെട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രഗത്ഭനായ ഒരാൾ, അയാൾ പറഞ്ഞു നാൻ താൻ മുഫസ്സിർ എന്നാ പറഞ്ഞ്. അയാൾ ചില വ്യാഖ്യാനങ്ങളെ പറ്റി, അയാൾ തമാശക്കാരനാ, ആ പണ്ഡിതനുമാണ്, ഒരു സുല്ലമിയ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഇവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളോട് സംസാരിച്ച് പറഞ്ഞെന്താ, അവർക്കാണ് വഹീനെ പറ്റി, ഖുർആനെ പറ്റി നിങ്ങളെക്കാൾ കൂടുതൽ അറിയുക. കാരണം സഹാബത്തിനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. വഫീഹി മുൻസില. എന്നിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് വലൈസ ഫീകും മിൻഹും അഹദുൻ. കണ്ടോ, വലൈസ ഫീകും, നിങ്ങളുടെ കൂട്ടത്തിലില്ല, മിൻകും, ആ സ്വഹാബികളിൽ നിന്ന്, അഹദുൻ, ഒരാൾ പോലും. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മൾ അത് തിരുത്തണം. അലി റളിയല്ലാഹുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഖവാരിജികളായിട്ട് പിന്നീട് മാറിയത് എന്ന് കേൾക്കുമ്പോൾ സഹാബികൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന് ആർക്കും സംശയം തോന്നണ്ട. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അത് എടുത്തു പറയണത് വലൈസ ഫീകും മിൻഹും അഹദുൻ, ആ സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ പോലും നിങ്ങളിലില്ല. അപ്പൊ ആ വഹീനെ പറ്റി, ആയത്തുകളെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ആ മുഹാജിരികളും അൻസ്വാരികൾക്കുമാണ്. അവരുടെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. അതേപോലെ തന്നെ പ്രവാചകന്റെ പേരക്കുട്ടി, അല്ല പ്രവാചകന്റെ മരുമകൻ, പിതൃവ്യന്റെ മകൻ, മരുമകൻ, അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള പരാതി എന്താണ്, അതും എനിക്ക് കേൾക്കണം. അങ്ങനെ തർക്കിക്കാൻ തുടങ്ങി, അല്ല പിന്നെ വിഷയങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു ഞങ്ങൾക്ക് 3 പ്രശ്നങ്ങളാണ്, ഞങ്ങൾക്കുള്ളത് 3 വിഷയങ്ങളാണ്. അങ്ങനെ അവർ ഒന്നാമത്തെ വിഷയം പറഞ്ഞു. എന്താണ് ഒന്നാമത്തെ വിഷയം? ഒന്ന്, ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ് എന്നത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. പക്ഷെ അലി റളിയല്ലാഹു അൻഹു 2 പേരെ വിധികർത്താക്കളാക്കി.
ഞങ്ങൾ പറയുന്നത് ഖുർആന് എതിരാണ്. അലി റളിയല്ലാഹു ചെയ്തത് കുഫറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, ഹാദിഹി വാഹിദ, ഇനിയുണ്ടോ ചോദിച്ചു. ഇതൊന്ന് ഇനിയുണ്ടോ? ആര് പറഞ്ഞു? രണ്ടാമത്തെ വിഷയം, ജമൽ യുദ്ധം നടന്നു. എന്തുകൊണ്ട് നിങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ തടവിലാക്കിയില്ല? എന്തുകൊണ്ട് അവരുടെ സമ്പത്ത് കണ്ടുകെട്ടിയില്ല? എന്നിട്ട് അവർ പറഞ്ഞ ന്യായം, അവർ മുഅ്മിനുകളായിരുന്നെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നാൽ അവർ കാഫിറുകളാണെങ്കിൽ അവരെ തടവിലാക്കുകയും വേണം, അവരുടെ ഗനീമത്തുകൾ കണ്ടുകിട്ടുകയും വേണം. പക്ഷെ ഇത് രണ്ടും ചെയ്തില്ല. അപ്പൊ എന്താണ് ആ വിഷയത്തിലുള്ള നിലപാട്? മുഅ്മിനാണെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാൻ തന്നെ പാടില്ലല്ലോ. പക്ഷെ അവരോട് യുദ്ധം ചെയ്തു. പക്ഷെ അലി റളിയല്ലാഹു എന്ത് ചെയ്തു? നേരത്തെ നമ്മൾ പറഞ്ഞ ജമൽ യുദ്ധം, അവരെ സുരക്ഷിതമായിട്ട് തടവുകാരായൊന്നും പിടിക്കാതെ അവരെ നല്ല രൂപത്തിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പൊ ഇവരുടെ ചോദ്യം അതാണ്, അവര് മുഅ്മിനീങ്ങളായതുകൊണ്ടാണ് വെറുതെ വിട്ടത്? നബിനെ യുദ്ധം തന്നെ ചെയ്യാൻ പാടില്ല. ഇനി അതല്ല അവര് കാഫിറുകളായിരുന്നോ എങ്കിൽ അവരുടെ ഗനീമത്തുകൾ കണ്ടുകെട്ടണമായിരുന്നു, അവരെ തടവിലാക്കണമായിരുന്നു. അതാണ് അവയ്ക്കുള്ള രണ്ടാമത്തെ പ്രശ്നം. അങ്ങനെ അദ്ദേഹം ചോദിച്ചു, ഹാദിഹി സിൻതാനി, ഇത് രണ്ടാമത്തത്. സമസാലിസ, ഇനി മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് പറഞ്ഞു, വലിയ പരാതി അവർക്ക്. അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്നത് മായ്ച്ചു കളഞ്ഞു. അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ എന്നത് മായ്ച്ചു. അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ആരാണ്? അദ്ദേഹം എന്തിനാണത് മായ്ച്ചത്? അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ആ ചർച്ച നടന്നു. അതില് അലി റളിയല്ലാഹു അൻഹു കരാർ എഴുതുന്ന സന്ദർഭത്തിൽ എന്തെഴുതി? മിൻ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് എന്ന് എഴുതിയപ്പോ അംബർ ഉല്ലാസ് പറഞ്ഞു, അത് പറ്റൂല, നിങ്ങൾ അമീറുൽ മുഅ്മിനീൻ ആണെങ്കിൽ പിന്നെ ഇവിടെ കരാറിന്റെ യുദ്ധത്തിന്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് അത് പറ്റൂല, മിൻ അലി ഇബ്നു അബി ത്വാലിബ് എന്ന് എഴുതി പറഞ്ഞു. ആ സംഭവത്തെ ഇവരെടുത്തിട്ട് ചോദിക്കണം. അമീറുൽ മുഅ്മിനീൻ അബൂ അലി റളിയല്ലാഹു എന്ന് പറഞ്ഞു, അത് വെട്ടിയിട്ട് അലി ഇബ്നു അബി ത്വാലിബ് എന്നാക്കാൻ വേണ്ടി പറഞ്ഞു. ആ കരാറിന്റെ അടിസ്ഥാനമാക്കിയിട്ട് ഇവർ ചോദിക്കാണ്, അമീറുൽ മുഅ്മിനീൻ എന്നത് വായിച്ചു, അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ പിന്നെ അലി റളിയല്ലാഹു അൻഹു ആരുടെ അമീറ? അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചു, ആ ഇൻദകും സിവാ ഹാദാ, ഇതല്ലാത്ത വല്ല സംശയങ്ങളും ഇതല്ലാത്ത വല്ല വാദങ്ങളും നിങ്ങൾക്കുണ്ടോ? ഖാലു ഹസ്ബുന ഹാദാ, അപ്പൊ തൽക്കാലത്തിന് എന്ത് മതി, ഈ വാദങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, അറഅയ്തും ഇൻ ഖറഅതു അലൈക്കും മിൻ കിതാബില്ലാഹി വ മിൻ സുന്നത്തി നബിഹി മാ യുറദ്ദു ബിഹി ഖൗലക്കും അതർലൗൻ, നിങ്ങളുടെ ഈ വാദത്തിനെതിരായ തെളിവുകൾ അള്ളാന്റെ കിതാബിൽ നിന്നും റസൂലുള്ളാഹിന്റെ ഹദീസിൽ നിന്നും ഞാൻ ഉദ്ധരിച്ചാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? ഖാലു നഅം, ഖവാരിജികൾ എന്ത് പറഞ്ഞു? ഓക്കെ, നിങ്ങളത് അംഗീകരിക്കാൻ സന്നദ്ധരാണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ ഗണ്ണിക്കാണ്. അവരുടെ വാദങ്ങളെ അദ്ദേഹം ഗണ്ണിച്ചു. അവരുടെ ഒന്നാമത്തെ വാദം, അംബർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെയും അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു വിധികർത്താക്കളാക്കിയത് ഖുർആനെതിരാണ്, ഇൽഹുക്കും ഇല്ലാലില്ലക്കെതിരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ ഗണ്ണിച്ചു. അദ്ദേഹം ഖുർആനിൽ നിന്ന് 2 ആയത്തുകൾ തെളിവായിട്ട് ഉദ്ധരിച്ചു കൊടുത്തു. എന്താരോ ഒരു തെളിവ്, ഇഹ്റാമിലിരിക്കുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് വേട്ടയാടാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും മൃഗത്തെ വേട്ടയാക്കിയാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. ആ സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? ഖുർആൻ പറഞ്ഞു, 2 ആളുകൾ എന്ത് ചെയ്യണം? വിധികർത്താക്കളാക്കണം. ആ പ്രശ്നം പരിഹരിക്കാൻ എന്താണ് അയാൾ പ്രായശ്ചിത്തമായിട്ട് കൊടുക്കേണ്ടത്, അതിന്റെ വില എത്രയാണ്, എന്താണ് കാര്യങ്ങൾ? ആ ആയത്ത് അദ്ദേഹം എടുത്ത് ഉദ്ധരിച്ചു കൊടുത്തു. യഹ്കുമു ബിഹി ദവാ അദിലും മിൻകും, നിങ്ങളിൽ നിന്നുള്ള നീതിമാന്മാരായ 2 ആളുകൾ വിധി കൽപ്പിക്കട്ടെ. ഇത് ഖുർആന്റെ ആയത്താണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഒരു മുയലിനെ, ഒരു ജന്തുവിനെ വേട്ടയാടിയതിന്റെ പേരിൽ 2 ആളുകളെ വിധികർത്താക്കളാക്കാൻ ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മുസ്ലിങ്ങളുടെ രക്തം ചിന്തുന്ന കാര്യത്തിൽ 2 ആളുകളെ വിധികർത്താക്കളാക്കിക്കൂടെ? അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ തെളിവ്. രണ്ടാമത് അദ്ദേഹം ഒരായത്ത് കൂടി തെളിവായിട്ട് ഉദ്ധരിച്ചു. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഖുർആൻ പറയുന്ന ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതിൽ അവസാനം പറഞ്ഞു, ഉപദേശിക്കണം, കിടപ്പറ വെടിയണം, അടിക്കണം. എന്നിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫബ്അസു ഹക്കമൻ മിൻ അഹ്ലിഹി വ ഹക്കമൻ മിൻ അഹ്ലിഹ. എന്താ പറഞ്ഞേ? 2 പേരുടെ ഭാഗത്തു നിന്നും 2 വിധികർത്താക്കളെ നിശ്ചയിക്കണം. എന്നിട്ട് അവരുടെ തീരുമാനം അംഗീകരിക്കണം.
അപ്പൊ കുടുംബത്തിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ രണ്ടാളുകളെ വിധികർത്താക്കളാക്കാമെന്ന് ഖുർആനിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളെ രക്തം ചിന്തുന്ന വിഷയത്തിൽ രണ്ടാളുകളെ നമുക്ക് വിധികർത്താക്കളാക്കിക്കൂടെ? ഖവാരിജികൾ പറഞ്ഞു, ഖാലു നഅം. ഇബ്നു അബ്ബാസ് പറഞ്ഞു, നിനക്ക് അടുത്ത വിഷയത്തേക്ക് പോയിക്കൂടെ, നിനക്ക് തൃപ്തിയായോ? നല്ല മറുപടി അദ്ദേഹം കൊടുത്തത്. അവര് പറഞ്ഞു ഓക്കെ. അങ്ങനെ അദ്ദേഹം രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടന്നു. എന്തുകൊണ്ട് ജമൽ യുദ്ധം നടന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയും അതേപോലെ തന്നെ മറ്റുള്ള സഹാബികളെയും തടവുകാരാക്കിയില്ല, അവരുടെ സ്വത്ത് കണ്ടുകെട്ടിയില്ല? അതിന് അദ്ദേഹം കൊടുത്ത മറുപടി എന്തായിരുന്നറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ കൂടെയുള്ളവർ ഇവരെ തടവുകാരാക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളിൽ നിന്ന് നമുക്ക് അനുവദനീയമാകുന്നത് ഇവരിൽ നിന്നും അനുവദനീയമാകുമോ? മറ്റുള്ളവരിൽ നിന്ന് അനുവദനീയമാകുന്നത് നമുക്ക്, കാരണം മറ്റുള്ള യുദ്ധ തടവുകാരെ പിടിച്ചാൽ പലതും നമുക്ക് ചെയ്യാം. സ്ത്രീകളെ ആകുമ്പോ പുരുഷന്മാരെ ആകുമ്പോ അത് നമുക്ക് ഇവരിൽ നിന്നും അനുവദനീയമാക്കാൻ പറ്റുമോ? നിങ്ങൾ ഓക്കെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. കാരണം അവർ നമ്മളുടെ മാതാവാണ്, അവർ നമ്മുടെ ഉമ്മയാണ്. അപ്പോ വിശുദ്ധ ഖുർആന്റെ ആയത്തെടുത്ത് ഉദ്ധരിച്ചു, അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് അവരുടെ നഫ്സിനേക്കാൾ ഏറ്റവും കടപ്പെട്ടവനാണ്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യമാർ അവർക്ക് ഉമ്മഹാത്തുഹും, അവർക്ക് ഉമ്മമാരാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരോട് അനുവദനീയമാകുന്ന നമുക്ക് ഇവരുടെ കാര്യത്തിൽ അനുവദനീയമാകുമോ? അദ്ദേഹം അതിനെ ആ രൂപത്തിൽ വിശദീകരിച്ചു. അങ്ങനെ അവരെന്ത് ചെയ്തു? ഫനളറ ബഅദുഹും ഇലാ ബഅദിൻ, അത് ശരിയാണല്ലോ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഇനി എനിക്ക് മൂന്നാമത്തെ നിങ്ങളുടെ സംശയത്തിലേക്ക് കടക്കാൻ പറ്റുമോ? ഖറജതു മിൻ ഹാദിഹി, ഇനി അടുത്ത പോയിന്റിലേക്ക് നീങ്ങിക്കൂടെ? അവർ പറഞ്ഞു ഓക്കെ. മൂന്നാമത്തത്, അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന പേര് മായ്ച്ചു കളഞ്ഞു എന്നതാണല്ലോ. അദ്ദേഹം അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ പിന്നെ മറ്റാരാണ്? എങ്കിൽ ഞാൻ നിങ്ങൾക്കിതാ പറഞ്ഞിരുന്നു, ഹുദൈബിയ സന്ധിയിൽ സുഹൈലുമായിട്ട് ഹുദൈബിയ സന്ധി ഉണ്ടാക്കുന്നതിന്റെ ഇടക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് കരാർ എഴുതിയ സന്ദർഭത്തിൽ ഖുറൈശികൾ പറഞ്ഞു അത് മായ്ക്കണം. നീ അള്ളാഹുവിന്റെ റസൂലാണെങ്കിൽ ഇങ്ങനെ ഒരു കരാർ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കിടയിൽ പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ അലി റളിയല്ലാഹു പിന്നെ അത് മായ്ച്ചു കളഞ്ഞു. റസൂലുള്ളാഹിന്റെ പേര് റസൂലുള്ള എന്നത് മായ്ച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതി. അപ്പൊ ഈ സമൂഹത്തിൽ ശ്രേഷ്ഠനായ വഹി കിട്ടുന്ന അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തിന്റെ പേര് മായ്ച്ചിട്ടുണ്ടെങ്കിൽ, റസൂലുള്ള എന്ന പേര് മായ്ച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കരാറ്, ഒരു സന്ധി, മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്നത് മായ്ച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് പ്രശ്നം? അള്ളാഹുവിന്റെ റസൂലിനേക്കാൾ ഖൈറായവനാണോ അലി റളിയല്ലാഹു അൻഹു? അങ്ങനെ മൂന്നാമത്തതിനും മറുപടി കൊടുത്തു. അവർക്ക് ആ മറുപടി കേട്ടതോടുകൂടി ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നു, വലിയൊരു സംഘം, അവർക്ക് തെളിവ് ബോധ്യപ്പെട്ടു. അവിടെ വേറെ ഇനി കുതർക്കങ്ങളോ മറ്റൊന്നും മറിച്ചതൊന്നും അവിടെ നടന്നിട്ടില്ല. ആ തെളിവ് അവർക്ക് ബോധ്യപ്പെട്ടു. വലിയൊരു വിഭാഗം ആ ഖവാരിജിൽ നിന്ന് വിട്ട് തിരിച്ച് അലി റളിയല്ലാഹുവിന്റെ മുസ്ലിം ജമാഅത്തിലേക്ക് ചേർന്നു. ചരിത്രകാരന്മാർ പറയുന്നു പകുതിയോളം ആളുകൾ, ചില ആളുകൾ പറഞ്ഞു അവർ 12,000 ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ 6,000 തിരിച്ചു പോന്നു ഈ ഒരൊറ്റ ഖണ്ഡനം കൊണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞു അവർ 8,000 ആളുകൾ ഉണ്ടായിരുന്നു, അതിൽ 4,000 തിരിച്ചു പോന്നു എന്നാണ്. എന്താണെങ്കിലും പകുതിയോളം ആളുകൾ നമ്മുടെ ജമാഅത്തിലേക്ക്, മുസ്ലിം ജമാഅത്തിലേക്ക്, അലി റളിയല്ലാഹുവിന്റെ കൂട്ടത്തിലേക്ക് തിരിച്ചു പോന്നു. ഇനി ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രത്തില് ഇത് ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി പണ്ഡിതന്മാർ ഒരുപാട് തത്വങ്ങൾ, ഫായിദകൾ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. ഒരു വിഷയത്തിൽ പണ്ഡിതന്മാരിലേക്ക് മടങ്ങണം, അതും കിബാറുൽ ഉലമയിലേക്ക് മടങ്ങണം, അവരുടെ തീരുമാനമാണ് സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ അങ്ങനെ വാദപ്രതിവാദം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ അതിൻ്റെതായ ശുറൂത്തുകളോടെ നമുക്കത് നടത്താവുന്നതാണ്. ഇതൊക്കെ ഈ ഒരൊറ്റ സംഭവത്തെ അടിസ്ഥാനമാക്കി മാത്രം പണ്ഡിതന്മാർ കുറെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് നിങ്ങൾ അത് മനസ്സിലാക്കണം, പിന്നീട് നമുക്ക് മറ്റൊരിക്കലും അത് വിശദീകരിക്കാം.
ഇനി ബാക്കിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അലി റളിയല്ലാഹു അൻഹു അവരോട് നേരിട്ട് പോയിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചപ്പോ അവരൊരു ചതി പ്രയോഗിച്ചു. അവര് പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവരും തിരിച്ചു വരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവര് കൂഫയിൽ ഇറങ്ങി. അങ്ങനെ അവരെന്ത് പ്രചരിപ്പിച്ചു? തഹ്കീം കുഫറാണെന്ന് അലി റളിയല്ലാഹു സമ്മതിച്ചിരിക്കുന്നു, അലി റളിയല്ലാഹു അതിൽ നിന്ന് തൗബ ചെയ്തിരിക്കുന്നു എന്നുള്ളത് കുപ്രചരണങ്ങൾ നടത്തി. ഇന്നിപ്പോ നടക്കുന്നതൊക്കെ അങ്ങനെയുള്ള കുപ്രചരണം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി അദ്ദേഹം അവരുടെ വാദത്തെ ഗണ്ണിച്ച് സംസാരിച്ചപ്പോ പള്ളിയിൽ നിന്ന് അവര് ബഹളം ഉണ്ടാക്കി. ഇൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തോതിട്ട് അവര് ഗണ്ണിച്ചു. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു പറഞ്ഞു, കലിമത്തു ഹഖിൻ ഉരീദ ബിഹാ അൽ ബാത്തിൽ. അവർ ഓതിയ കലിമത്തു ഹഖിൻ ചരിത്രത്തിൽ പ്രസിദ്ധമായൊരു വാക്കാണ്. എന്താ? ഖവാരിജുകൾക്കെതിരെ അലി റളിയല്ലാഹു പറഞ്ഞ ഈ വാചകം വളരെ പ്രസിദ്ധമാണ്. കലിമത്തു ഹഖിൻ ഉരീദ ബിഹാ അൽ ബാത്തിൽ. അവർ പറഞ്ഞ കലിമത്ത് ഹഖാണ്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് തെറ്റാണ്. അവര് ഓതിയ ആയത്ത് ശരിയാണ്, ഖുർആനിലെ ആയത്ത് തന്നെയാണ്, ഒക്കെ അർത്ഥവും ശരിയാണ്, പക്ഷെ അതുകൊണ്ട് അവരുദ്ദേശിച്ചത് തെറ്റാണ്. ചരിത്രത്തിലെ പ്രസിദ്ധമായ ഒരു വാചകമാണത്, കലിമത്തു ഹഖിൻ ഉരീദ ബിഹാ അൽ ബാത്തിൽ. അലി റളിയല്ലാഹു അൻഹു അവരോട് ചില തീരുമാനങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നത് വരെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് യുദ്ധം ചെയ്യില്ല, നിങ്ങൾക്ക് അവകാശപ്പെട്ടതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരും, ഇങ്ങനെയുള്ള കുറച്ച് തീരുമാനങ്ങൾ പറഞ്ഞു. പക്ഷേ ഈ ഖവാരിജുകൾ മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി. എത്രത്തോളം എന്ന് ചോദിച്ചാല്, ഖബ്ബാബ് ബിനുൽ അറത്ത് അറിയാലോ സഹാബിനെ, അദ്ദേഹത്തിന്റെ പുത്രൻ അബ്ദുല്ലാഹിബിന് ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിനെ ഒരു വളരെ ക്രൂരമായിട്ട് കഴുത്തറുത്ത് കൊന്നു. ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം ആ ഹദീസ് പറഞ്ഞെടുത്തു, കഴുത്തറുത്തിട്ടാണ് കൊന്നു ഖവാരിജുകൾ ഈ മഹാനായ സഹാബി. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, 10 മാസം ഗർഭിണിയായിരുന്നു പ്രസവിക്കാൻ അടുത്തൊരു സ്ത്രീ അടിമ. അവരുടെ വയറ് കുത്തിക്കീറിയെന്ന ഖവാരിജുകൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ അല്ലെ, അമ്പ് അത് മൃഗത്തെ തുളച്ച് അപ്പുറം കടന്നതുപോലെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകുന്ന, അവരുടെ അത് കുത്തിക്കേറിയെന്ന, വയറ് കുത്തിക്കേറിയിട്ട് അത് ആ സ്ത്രീയെയും കൊന്നു. ഇതായപ്പോ അലി റളിയല്ലാഹു അൻഹു അവരോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നെഹ്റുവാനിൽ വെച്ച് പോരാട്ടം നടന്നു. അവരെ ഒന്നടങ്കം അലി റളിയല്ലാഹു അൻഹു ഇല്ലാതാക്കി. പിന്നെ വളരെ ഒറ്റപ്പെട്ട ആളുകൾ, അത് അതിശക്തമായ യുദ്ധമായിരുന്നു നെഹ്റുവാനിൽ വെച്ചിട്ട് നടന്ന ആ യുദ്ധത്തിൽ. അദ്ദേഹം അവരെ നിലം പരിശാക്കി അലി റളിയല്ലാഹു അൻഹു. ഹിജറ 38-ാമത്തെ വർഷം നെഹ്റുവാൻ യുദ്ധത്തിൽ. ആ യുദ്ധത്തിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഒരു പ്രത്യേക മനുഷ്യൻ, ഒരു കറുത്ത മനുഷ്യൻ, 2 കൈയിൽ, ഒരു കൈ നീളം കുറഞ്ഞ ഒരു ഇറച്ചി കഷ്ണം പോലെ രൂപമുള്ള കൈയുള്ള, കുറിയ കൈയുള്ള അല്ലെ, സ്ത്രീകളുടെ മാറിടം പോലത്തെ കൈയുള്ള ആ കറുത്ത മനുഷ്യനെ ഈ യുദ്ധത്തിന് ശേഷം സഹാബത്ത് തെരഞ്ഞു. കണ്ടുകിട്ടിയില്ല. അലി റളിയല്ലാഹു വീണ്ടും ചെന്ന് തെരഞ്ഞു, അങ്ങനെ കിട്ടി. ആ ഹദീസ് അലി റളിയല്ലാഹു പറഞ്ഞു കൊടുത്തു സഹാബത്തിന്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുഅ്ജിസത്ത് കൂടിയാണ് ആ മനുഷ്യനെ കണ്ടെന്നുള്ളത്. അങ്ങനെ അവരോട് യുദ്ധം ചെയ്തു. അപ്പൊ ഇതാണ് ഈ ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം ചുരുക്കത്തിലുള്ളത്. ഇനി ഈ ഖവാരിജുകളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകൾ. മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. ഒന്ന്, നേരത്തെ പറഞ്ഞ ഹദീസ്, അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരുപാട് ലക്ഷണങ്ങൾ, അവരുടെ ഒരുപാട് സിഫാത്തുകൾ. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ. രണ്ടാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന ലഹു അസ്ഹാബൻ യഹ്കിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹി വസിയാമഹു മഅ സിയാമിഹി. നല്ലോണം ആരാധനകൾ ചെയ്യുന്നവരായിരിക്കും ഖവാരിജുകൾ. വേറെ ചില ഹദീസിൽ കാണാം, നിങ്ങളുടെ കർമ്മങ്ങൾ അവരുടെ കർമ്മങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ കർമ്മങ്ങളൊന്നുമല്ല. നിങ്ങളുടെ നോമ്പ് അവരുടെ നോമ്പ് നോക്കുമ്പോൾ അവരുടെ നോമ്പ് നിങ്ങളുടെ നോമ്പൊന്നുമല്ല. നിങ്ങളുടെ നിസ്കാരം ഒന്നും ആവില്ല അവരുടെ നിസ്കാരവുമായി തട്ടിച്ചു നോക്കുമ്പോൾ. ഇത് അവരുടെ ലക്ഷണങ്ങളായിട്ട് പറഞ്ഞതാ. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ വെച്ചാല്, ഒരു സമൂഹത്തെ നമ്മള്
അവരുടെ ചെയ്യുന്ന ഇബാദത്തുകളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയിട്ട് കാര്യമല്ല. കണ്ടില്ലേ അവരുടെ നോമ്പ്, കണ്ടില്ലേ അവരുടെ മറ്റത്, കണ്ടില്ലേ അവരുടെ അവരുടെ അഖീദയുടെ അടിസ്ഥാനത്തിൽ, തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിലയിരുത്തണം. ഇവരും നല്ലോണം, മാത്രമല്ല ഈ ഖവാരിജികളിൽ അധികവും ഖുറാക്കളായിരുന്നു എന്നാ. വിശുദ്ധ ഖുർആൻ ഹിഫുള്ള ആളുകളായിരുന്നു എന്നാ ഖവാരിജികൾ. നല്ലോണം നിസ്കരിക്കും, നല്ലോണം നോമ്പൊൽക്കും, നല്ലോണം അമലും ചെയ്യും. അത് ഇബ്നു അബ്ബാസ് അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. രാത്രി ഉറക്കൊഴിച്ച് നിസ്കരിച്ചതിന്റെ ആ ക്ഷീണം അവരുടെ മുഖത്ത് ഞാൻ കണ്ടു എന്നൊക്കെ നേരത്തെ പറഞ്ഞ നമ്മൾ സംഭവത്തിൽ ഇബ്നു അബ്ബാസ് അത് എടുത്ത് പറയുന്നുണ്ട്. ആ സംഭവമൊക്കെ ഇങ്ങനെ ഇബാദത്തില് ഇങ്ങനെ നന്നായി ഇബാദത്ത് ചെയ്യുന്ന ആളുകളാ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടയാളം പറഞ്ഞത്. പിന്നെ ഒരു അടയാളം പറഞ്ഞത് എന്താ, നേരത്തെ പറഞ്ഞതുപോലെ യഖ്റഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും, അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷെ അത് അവരുടെ തൊണ്ടക്കുഴിക്ക് താഴോട്ട് പോയില്ല. അതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് എന്താ, ഖുർആൻ അവരുടെ നാവിലുണ്ടാകും, ഖുർആൻ അവരുടെ നാവിലുണ്ടാകും, പക്ഷെ അവരുടെ മനസ്സിൽ, അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ ആ ഖുർആന്റെ ഒന്നും ഉണ്ടാവില്ല. അല്ലാതെ ഖുർആൻ തൊണ്ടകയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണം ആ അർത്ഥത്തിലല്ല, പദാർത്ഥം ആ അർത്ഥത്തിലല്ല. പിന്നെ ആ ഖുർആനിന്റെ ആശയങ്ങൾ ഒന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അതിനങ്ങനെയാണ് ആ ഖുർആനെ കുറിച്ച് ചിന്തിക്കുക, അത് ഗ്രഹിക്കുക, അതിനനുസരിച്ച് അമല് ചെയ്യേ ഒന്നും അവർ ചെയ്യൂല എന്നുള്ളതാണ്. ഖുർആൻ നല്ലോണം ഹിഫ്ദ് ഉണ്ടാവും, നല്ലോണം ഇബാദത്ത് കൊടുക്കും. യംറുഖൂന മിനദ്ദീനി കമാ യംറുഖു സഹ്മു മിനർ റമിയ്യ, ഒരു വില്ലിൽ നിന്നും അമ്പ് മൃഗത്തിനെ തുളച്ച് അപ്പുറം കടന്നു പോകുന്നത് പോലെ അള്ളാന്റെ ദീനിൽ നിന്ന് അവർ പുറത്തു പോകും. എത്രത്തോളം പറഞ്ഞു ചോദിച്ചാല് അവർ വളരെ വേഗത്തിലാണ്, ഇത്രയൊക്കെ ഇബാദത്ത് ചെയ്താലും അവർ മതത്തിൽ നിന്നാണ് തെറിച്ചു പോകുന്ന. അതിന്റെ ഫാസ്റ്റ് കാണിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം എന്താ അറിയോ, ആ അമ്പ് ഇതിനെ തുളച്ചിട്ട് അപ്പുറം കടന്നു വരുമ്പോ അമ്പ് നോക്കുമ്പോ ഒരു രക്തത്തിന്റെ അംശം പോലും ആ അമ്പിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവില്ല. ആ പിന്നെ ജന്തുവിന്റെ ആ മൃഗത്തിന്റെ ഒരു മാംസ കഷ്ണത്തിന്റെ ഒരു തുണ്ട് പോലും ആ അമ്പിൽ ഉണ്ടാവില്ല. ആ പിന്നെ അമ്പ് ചെയ്ത ആൾക്ക് തോന്നിപ്പോവും ഈ അമ്പ് ഈ മൃഗത്തിന് കൊണ്ടിക്കണോ കൊണ്ടിട്ടില്ലേ, ഏറ്റിട്ടുണ്ടോ അല്ലേ എന്ന് പോലും തോന്നിപ്പോവും. അതായത് അത്ര ഫാസ്റ്റിൽ ആ അമ്പ് ആ മൃഗത്തെ തുളച്ചിട്ട് അപ്പുറം കടന്നിട്ട് പോകുന്ന. അതേപോലെ ഈ ഇബാദത്തുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, ഇവര് ദീനിനാണ്ട് തെറിച്ച് പുറത്തേക്ക് പോകുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഖവാരിജികൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവരാണോ അതല്ല കാഫിറുകളാണോ എന്നുള്ള ചർച്ച വന്നത്. അങ്ങനെ ചർച്ച ഇസ്ലാമിക ലോകത്തുണ്ട്. പണ്ഡിതന്മാർക്ക് അതിനിടയിൽ എന്തുണ്ട്, ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതേപോലെ തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞത് എന്താ, അവര് മുസ്ലിങ്ങൾ തന്നെയാണ്, അഹ്ലുൽ കിബ്ലയില് അവര് പെടുമെന്നുള്ളതാണ്. മൊത്തത്തില് ഖവാരിജികൾ അവർ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് അവർ. എന്നാൽ ഈ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവരാണ്, കാഫിറുകളാണെന്ന് ചില ആളുകൾക്ക് വാദമുണ്ട്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഇവരെ കുറിച്ച് ചോദിച്ചു, ഈ ഖവാരിജികളെ കുറിച്ച് ചോദിച്ചു, ആ കുഫാറുഹും അവർ കാഫിരിങ്ങളാണോ? അലി റളിയല്ലാഹു പറഞ്ഞു, മിനൽ കുഫിരി ഫറവും, അല്ല, അവർ കുഫറിൽ നിന്ന് അവർ ഓടി രക്ഷപ്പെട്ടു. അല്ലാഹു അങ്ങനെ പ്രയോഗിച്ചത്, കുഫറിൽ നിന്ന് അവര് ഓടി രക്ഷപ്പെട്ടു. കാരണം ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അവര് ചെയ്തു. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, മുനാഫിക്കുൻ, കാഫിരിങ്ങളല്ലെങ്കിൽ അവര് മുനാഫിക്കീങ്ങളാണോ? അലൈഹി അള്ളാഹു പറഞ്ഞു, ഇന്നൽ മുനാഫിക്കിനല്ലാ യദ്കുറുനല്ലാഹ ഇല്ലാ ഖലീല. അങ്ങനെയും പറയാൻ പറ്റില്ല, കാരണം മുനാഫിക്കീങ്ങൾ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ സ്മരിക്കുള്ളൂ, ഓർക്കുള്ളൂ. പക്ഷെ ഖവാരിജികള് അങ്ങനെയല്ല. അപ്പൊ അവര് ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അതേപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാചകത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞ മറ്റൊരു അടയാളം ഹുദ്ദാസുൽ അസ്നാൻ, അവര് ചെറുപ്പക്കാരായിരിക്കും. ഹുദ്ദാസുൽ അസ്നാൻ എന്ന് പറഞ്ഞ സ്വഗീറു സിന്നിന, പ്രായം കുറഞ്ഞവർ. കാരണം ഈ ഖവാരിജികളുടെ തരത്തിലുള്ള തീവ്രവാദ ആശയങ്ങൾ, തീവ്രവാദം അതിന് വേറെ നമ്മളൊന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. തീവ്രവാദം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ അറിയോ, താടി നീട്ടി വളർത്തുന്നത് തീവ്രവാദം, നിര്യാണിക്ക് മുകളിൽ പാൻസ് ധരിക്കുന്നത് തീവ്രവാദം, ആണും പെണ്ണും ഇഖ്തിലാത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദം, മെഹറമില്ലാതെ പെണ്ണ് യാത്ര പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദം. ഇതിനെല്ലാം തീവ്രവാദം എന്ന് പറയുന്നത് ഇതൊക്കെ ലോകത്തുള്ള സലഫികൾ പഠിപ്പിച്ചതാണ്. തീവ്രവാദം എന്ന് പറഞ്ഞാൽ മതം ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിര് കവിയലാണ്.
അത് കൂട്ടാനോ കുറക്കാനോ നമുക്ക് പാടില്ല. പഠിപ്പിക്കാത്തത് പറയാം, അതിലതിര് കവിയ, അതാണ് യഥാർത്ഥത്തില് തീവ്രവാദം. അത് ഖവാരിജികൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെന്തായിരിക്കും, ചെറുപ്പക്കാരാണ് എന്ത് പലപ്പോഴും ഈ തരത്തിലുള്ളതിൽ ആകർഷിക്കപ്പെടുന്നത്. കാരണം ആ രൂപത്തിലുള്ള പ്രസംഗങ്ങൾ, ക്ലാസ്സുകൾ കൊടുക്കും, ചോര തിളപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളും ക്ലാസ്സുകളും. നമുക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇത് ജിഹാദാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പറ്റിക്കും, അല്ലെ? എന്നിട്ട് പിന്നെ ഇവരെടുക്കലും വണ്ടി കയറ്റി വിടലാണ്. പിന്നെ കാശ്മീർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗൾഫ് നാടുക്കോ. ജിഹാദ് ചെയ്താൽ അങ്ങനെ ഒരു ഒളിച്ചോട്ടുണ്ടോ? അതെന്താണ് വേറൊരു വിഷയം. അപ്പൊ ഈ രൂപത്തിൽ ഇവരാരാണ്? ചെറുപ്പക്കാരാണ്, പ്രായം കുറഞ്ഞവരാ. സുഫഹാഉൽ അഹ്ലാം. സുഫഹാഉൽ അഹ്ലാം എന്ന് പറഞ്ഞാല് ബുദ്ധി കുറഞ്ഞവരായിരിക്കും. ചെറുപ്പക്കാരുമാണ്, ബുദ്ധി കുറഞ്ഞവരാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഒരുപാട് തത്വങ്ങൾ പറയുന്നുണ്ട്. അതായത് വിവേകം ഉണ്ടാവില്ല, ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല. ആ രൂപത്തിലുള്ള പ്രായം കുറഞ്ഞ, പിന്നെ വിവേകമില്ലാത്ത ആളുകളായിരിക്കും. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകളായിരിക്കും അവർ സംസാരിക്കുക. അതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞത് ഖുർആൻ അങ്ങനെ ഓതുന്ന. പിന്നെ ഇബ്നു അബ്ബാസിന് നേരത്തെ പറഞ്ഞ ഇതിലുണ്ട്, തേനീച്ച മൂളുന്നത് പോലെ അങ്ങനെ ഒച്ച കേൾക്കാന്ന. അവരിങ്ങനെ ഖുർആൻ, എപ്പോഴും ഖുർആൻ, എല്ലാ സമയത്തും ഖുർആൻ. അപ്പോ അതാണ് അതിന് പണ്ഡിതന്മാർ വ്യാഖ്യാനം പറഞ്ഞത്. എന്നിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ ഇത് ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു, അവരോട് യുദ്ധം ചെയ്യുന്ന ആളുകൾക്ക് പരലോകത്ത് പ്രതിഫലം ഉണ്ടായിരിക്കും എന്ന് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം. അത് ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇതേപോലെ തന്നെ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാം. എന്ത്? ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഞാൻ ആ ഖവാരിജികൾ പുറപ്പെടുന്ന സന്ദർഭത്തിൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ലഅഖ്തുലന്നഹും ഖത്ല സമൂദ്, സമൂദ് ഗോത്രത്തോട് ചെയ്യേണ്ട ആ യുദ്ധം ഞാൻ ചെയ്യും. വേറെ റിവായത്തിൽ കാണാം, ആദിനോട് ചെയ്യേണ്ട യുദ്ധം ഞാൻ ചെയ്യും. അത് പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ പറഞ്ഞത്, അള്ളാഹ് ഈ ആദ് ഗോത്രത്തെ ഒന്നടങ്കം നശിപ്പിച്ചു കളഞ്ഞല്ലോ. അതേപോലെ തന്നെ അവരിലുള്ള കാഫിരിങ്ങളായ ആളുകളെ ഇതേപോലെ അവരെ പൂർണ്ണമായും അവരെ തൂത്ത് മാറ്റിക്കളയും, അവരെ നശിപ്പിച്ചു കളയും എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നാണ് അതിന് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള വ്യാഖ്യാനം. ഇതേപോലെ തന്നെ വേറെ ഹദീസുകളില് വേറെയും ഒരുപാട് അടയാളങ്ങൾ. അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളം പറഞ്ഞത് എന്താ വെച്ചാൽ തഹ്ലീക്കാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു അടയാളമാണ്. ഖവാരിജികളുടെ അടയാളം പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുള്ള ഒരു അടയാളം എന്താ വെച്ചാല്, പിന്നെ ഒരടയാളം പറഞ്ഞത് സഹാബത്ത് ഖീല, ചോദിക്കപ്പെട്ട പ്രവാചകനോട്, മാ സീമാഹും, എന്താണ് അവരുടെ അടയാളം? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സീമാഹും അത്തഹ്ലീഖ് ഔ അത്തസ്ബീദ്, അതായത് തല മുണ്ടനം ചെയ്യാം. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫാഷന്റെ പേരില്ല, എന്തെങ്കിലും കാരണം മതപരമായ ഉയരുണ്ടെങ്കിലും ഒക്കെ. പണ്ഡിതന്മാർ പറഞ്ഞത് 4 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഒന്ന്, ഹജ്ജിന്റെ സമയത്ത് തലമുണ്ടനം ചെയ്യാം, ഉംറയുടെ സമയത്ത് തലമുണ്ടനം ചെയ്യാം, ഒരു കുട്ടി ജനിച്ചാൽ തലമുണ്ടനം ചെയ്യാം, പിന്നെ കാഫിർ മുസ്ലിമായാൽ അയാൾക്ക് അത് തലമുണ്ടനം. ഇങ്ങനെ 4 സന്ദർഭത്തിൽ. അതല്ലാതെ എന്തെങ്കിലും രോഗമോ അങ്ങനെയുള്ള കാരണങ്ങൾ, അതല്ലാതെ ഇത് ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ തലമുണ്ടനം ചെയ്യുക, വെറുതെ തലമുണ്ടനം ചെയ്ത് നടക്കുക എന്നുള്ളത് ഖവാരിജികളുടെ അവരുടെ ഷിആറാണെന്നുള്ളതാണ്. അത് ഖവാരിജികളുടെ ഷിആറാണെന്നുള്ളതാണ്, തലമുണ്ടനം ചെയ്യുക എന്നുള്ളത്. ഈ തസ്ബീദ്, അതേപോലെ തന്നെ തഹ്രീക്ക്, തല മുഴുവനായിട്ട് മുണ്ടനം ചെയ്യലാണോ, അതല്ല ഒരു പ്രത്യേകമായ അടയാളമായിട്ട് തലയുടെ ഭാഗത്ത് നിന്ന് ഒരു ഭാഗം വടിച്ചു കളയലാണോ, ഇതൊക്കെ പണ്ഡിതന്മാർ വേറെ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഹദീസിലും അതിന്റെ വിലക്കുകൾ വന്നിട്ടുണ്ട്. ഒരു ഭാഗം നിർത്തുകയും മറ്റൊരു ഭാഗം പൂർണ്ണമായും വടിച്ചു കളയുകയും ചെയ്യുന്ന രീതി ഹദീസിലും വിലക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ പറഞ്ഞത് എന്താ അറിയോ, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്നൽ ഖവാരിജികൾ സീമാഹും, അവരുടെ അടയാളം തഹ്ലീക്ക്, തല മുണ്ടനം ചെയ്യലാണ്. വക്കാന സലഫുകളായിരുന്നു യുവഫിറൂന ശഉറഹും, അവർ അവരുടെ മുടികളെ നന്നായി വളർത്തിയവരായിരുന്നു. ലാ യഹ്ലിഖൂനഹ, അവരത്
വടിച്ചു കളഞ്ഞിരുന്നില്ല എന്ന് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജർ അത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഇത് അവരുടെ ഒരു അടയാളമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു അടയാളം ഹദീസിൽ പറഞ്ഞത് അവർ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യും, കാഫിരികളെ വെറുതെ വിടും ചെയ്യും. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഹദീസിൽ അത് കാണാം. എന്ത്? മുസ്ലിങ്ങളോട് ഇവർ യുദ്ധം ചെയ്യും. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാമി, കണ്ടോ? ഇസ്ലാമിന്റെ ആളുകളോട് മുസ്ലിങ്ങളോട് ഇവർ യുദ്ധം ചെയ്യും. വയദഊന അഹ്ലൽ ഔസാൻ, വിഗ്രഹാരാധകരെ ഇവർ വെറുതെ വിടും ചെയ്യും. എന്നവരുടെ വേറൊരു അടയാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ ഇവര് നരകത്തിലെ കിലാബുകളാണ്, ഹദീസ് സഹിയായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും വൃത്തികെട്ടവരാണ്, അങ്ങനെ വേറെയും ഇവരെ സംബന്ധിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹദീസുകൾ ഉണ്ട്. അത് നിങ്ങൾ മുത്താല ചെയ്യണം എന്നുള്ളത് ഉറപ്പിക്കാൻ. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആദർശം എന്താ? അടിസ്ഥാനപരമായവരുടെ ആദർശം വൻ പാപങ്ങൾ ചെയ്തവരെ, കബായിറുകൾ ചെയ്തവരെ കാഫിറുകളാണ്, അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്നുള്ളതാണ് ഖവാരിജികളുടെ വാദം. അത് അഹ്ലു സുന്നത്തിനെതിരായ വാദമാണ്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്, അവർ നരകത്തില് ശാശ്വതരായിരിക്കും. ഖവാരിജികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം അതാണ്. അത് യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് എതിരായ വാദമാണ്. നല്ലത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതേപോലെ തന്നെ മുസ്ലിം ലോകത്ത് ഏകോപിച്ച ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം നടത്തുക, അത് പാടില്ല ശരിക്ക്. അതിന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് പച്ചക്കൊടി കാണിക്കാന് കുറച്ചാൾക്കാരുണ്ട്. ഓരോ നാട്ടിലും അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും, അത് വേറെ വിഷയം, നമ്മളതിപ്പോ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ മുസ്ലിം ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരിക്കെതിരെ ശബ്ദിക്കുക എന്നുള്ളത് അത് അഹ്ലുസുന്നത്ത് അംഗീകരിച്ച മാർഗമല്ല. അത് ഖവാരിജികളുടെ ഇതാണ്. ഖവാരിജിന്റെ ആ പേര് കിട്ടാനുള്ള കാരണം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, അതാണ് ഭരണാധികാരികൾക്കെതിരെ വിപ്ലവം ഉണ്ടാക്കുക. അവരിൽ തിന്മകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് രഹസ്യമായി അവരോട് പോയിട്ട് പറയണം എന്നാണ്. ഭരണാധികാരികൾക്കെതിരെ അവർ തിന്മകൾ ചെയ്യുമ്പോൾ അത് മൂടിവെക്കണം എന്നല്ല, അവരോട് പോയിട്ട് നമുക്ക് പറയാം. പക്ഷെ അത് പരസ്യമാക്കരുത്. പരസ്യമായി പറഞ്ഞാൽ നാട്ടിൽ അരാജകത്വം, ഫൗള ഉണ്ടാകുന്ന അരാജകത്വം ഉണ്ടാവും. അതുകൊണ്ട് അത് പറയേണ്ട രീതി പോലും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വ്യക്തമായ കുഫർ അവർ ചെയ്യാത്ത കാലത്തോളം എന്ത് അവർക്കെതിരെ വിപ്ലവം ഉണ്ടാക്കരുത്. എന്നാൽ ഖവാരിജികൾ ഉണ്ടാക്കും. അപ്പൊ ഈ വിഷയത്തിൽ അഹ്ലു സുന്നക്കെതിരാണ്. അപ്പൊ അഖീദാപരമായിട്ട് തന്നെ ഇവരെന്താണ്? കഴിച്ചവരാണെന്ന് അർത്ഥം. അഖീദയിൽ തന്നെ പ്രശ്നമാണ്. മൂന്നാമത്, സ്വഹാബത്തിനൊക്കെ അവര് കാഫിറുകളാക്കി. കാരണം തഹക്കീം, അത് ഖുർആനെതിരാന്നുള്ളത് അവരുടെ വാദം. കുഫ്രാൻ അലി റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു അവരുടെ രണ്ട് ഭാഗത്തുള്ളവരും ചെയ്തത്. ഇവരൊക്കെ എന്താക്കി? കാഫിറുകളാക്കി. മിനിമം പരിപാടി കാഫിറാക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്നതിന് ആര് നിഷേധിക്കുന്നു? ഖവാരിജികൾ നിഷേധിക്കുന്നു. ഇതേപോലെ തന്നെ സിറാത്തിനെ, ആ സിറാത്ത് എന്ന പാലത്തിലൂടെ മനുഷ്യന്മാർ നടന്നു പോകേണ്ടി വരും, അതിന് ഖവാരിജികൾ നിഷേധിക്കുന്നു. ഇതേപോലെ തന്നെ ഷഫാഅത്തിനെ നിഷേധിക്കുന്നു. ഇതേപോലെ തന്നെ ഖബറിലുള്ള ശിക്ഷയെ നിഷേധിക്കുന്നു. ഇതേപോലെ തന്നെ ഖുർആനിൽ സൂറത്ത് യൂസുഫ് എന്നൊരു അധ്യായമല്ല ഖവാരിജികളുടെ ചില ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾക്ക് അത് ഖുർആനിൽ പെട്ടതല്ല എന്നുള്ളതാണ് അവരുടെ വാദം. ഏത് സൂറത്ത് യൂസുഫ്? കാരണം അതില് കുറച്ച് പ്രേമം പറയുന്നുണ്ടല്ലോ ആ രൂപത്തില്. അപ്പൊ അത് പ്രേമകഥയാണെന്നാണ് ആരുടെ? ഈ ഖവാരിജികളിൽപ്പെട്ട കുറച്ച് ആൾക്കാരുടെ വാദം. അത് അവര് ഖുർആനിൽ പെട്ടതല്ല എന്നാണ് ഒരു വിഭാഗം ഖവാരിജികളുടെ വാദം. അപ്പൊ ഇങ്ങനെ പിന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പുലർത്തിക്കൊണ്ടിരിക്കുന്ന വാദങ്ങൾക്കെതിരായിട്ടുള്ള ഒരുപാട് വാദങ്ങൾ ആർക്കുണ്ട്? ഖവാരിജികൾക്കുണ്ട്. ഇതൊക്കെ പണ്ഡിതന്മാര് പഠിപ്പിച്ചതാണ്, പിന്നെ വിശദീകരിക്കപ്പെട്ടതാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഖവാരിജികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ് ഖവാരിജികൾ, അവരുടെ രീതികൾ, അവരുടെ ഓരോ വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങളുടെയും പ്രവർത്തനങ്ങളൊക്കെ വേറെ വേറെ നമ്മൾ മനസ്സിലാക്കുകയും ഇത് പഠിക്കുന്നത് എന്തിനാ വെച്ചാല് ഇപ്പൊ നമ്മുടെ വിശ്വാസം അത് ശരിയാകണമെങ്കിൽ എന്ത് വേണം? ഇപ്പൊ ഖവാരിജികളുടെ വിശ്വാസമാണോ അല്ലേ നമുക്കുള്ളത് എന്ന് അറിയാൻ എന്ത് ചെയ്യണം? നമ്മുടെ അഖീദ നമ്മൾ ആദ്യം ക്ലിയർ ആക്കണം. പിന്നെ ഖവാരിജികളുടെ അഖീദ എന്താന്നുള്ളത് മനസ്സിലാക്കണം. അതറിയാത്തവൻ അറിയോ അത് ഖവാരിജിന്റെ അഖീദയാണോ അല്ലേ? അഹ്ലുസുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം വൻപാപങ്ങൾ ചെയ്താൽ ഒരിക്കലും അയാൾ കാഫിറായിത്തീരുന്നില്ല. അയാളെ മുസ്ലിം തന്നെയാണ്. അയാളുടെ ഈമാനിൽ കുറവ് ഒന്നും അത്രേ ഉള്ളൂ. അയാൾക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും. അയാൾ നരകത്തിൽ കാലകാലം കഴിയേണ്ടി വരില്ല. അതൊക്കെയാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അപ്പൊ അഖീദാപരമായിട്ട് തന്നെ ഇവര് കഴിച്ചുപോയി.
അപ്പൊ ഇങ്ങനെ ഖുർആനിനെ തെറ്റായി വ്യാഖ്യാനിച്ച് സഹാബികളെ കാഫിറാക്കിക്കൊണ്ട് സഹാബത്ത് മനസ്സിലാക്കിയ വിശ്വാസത്തിനെതിരായിക്കൊണ്ട് വിശ്വാസം കൊണ്ടുവന്ന തെറ്റായ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിച്ച ഒരു വിഭാഗമാണ് ആര്? ഖവാരിജികൾ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞല്ലോ, നമ്മൾ നേരത്തെ അത് പറഞ്ഞു. എന്ത്? ഒന്നാമത്തെ ബിദഅത്ത്, ബിദഅത്തിന്റെ തലകൾ 4 എണ്ണാണ്. അതിലൊരു തല ഖവാരിജിന്റെ തലയാണ്. ഒന്ന് ഖദരിയത്ത്, 2 ഷിഅത്ത്, പിന്നെ മുർജിയത്ത്, അതിലൊന്ന് ഖവാരിജാണ്. ഇത് ബിദഅത്തിന്റെ തലകളായിട്ട് അറിയപ്പെടുന്നത്. ചില ആൾക്കാർ അത് 5 പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവര് ഇതിൽ നിന്ന് വിഘടിച്ചു, വീണ്ടും വിഘടിച്ചു, വീണ്ടും വിഘടിച്ചു. അങ്ങനെ 72 ഇങ്ങനെ ആണ് അത് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അതിൽ അഹ്ലുസുന്ന വേറിട്ട് നിൽക്കും. അപ്പൊ ഈ 4 ബിദഅത്തിന്റെ 4 തലകൾ എണ്ണിയ കൂട്ടത്തില് അതിലെ ഒന്നാമത്തെ ബിദഅത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് ഷിയാക്കളും ഖവാരിജികളുമാണ്. അപ്പൊ ഇതാണ് അവരുടെ പ്രവർത്തനങ്ങളെ രീതികൾ, അവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ വിഷയങ്ങൾ പഠിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.